ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളും, ഉൽപ്പത്തി പുസ്തകം 44 അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളും വായിക്കാം. പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടി അയക്കണം. എന്നാൽ ഞങ്ങൾ പോകാം. ഞാൻ അവനു വേണ്ടി ഉത്തരവാദിയായിരിക്കാം. നീ അവനെ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കണം. ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ നിന്റെ മുമ്പിൽ നിർത്തുന്നില്ലെങ്കിൽ ഞാൻ സദാകാലം നിനക്ക് കുറ്റക്കാരനായി കൊള്ളാം. 44:32 മുതൽ. അടിയനപ്പനോട്, അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായി കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലനു വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലനു പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടാതെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു മൊറേവിയൻ പ്രസ്ഥാനം. ഇടമുറിയാത്ത പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. ഈ കാലങ്ങളിൽ നശിച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭാരം അവരുടെ ഹൃദയങ്ങളിൽ വരികയും തൊഴിലുടമകൾ അവരുടെ കരിമ്പുപാടങ്ങളിൽ ജോലി ചെയ്യുവാൻ വെസ്റ്റ് ഇൻഡീസിലേക്ക് കൊണ്ടുപോയ അടിമകളെക്കുറിച്ച് അവർ കേൾക്കുകയും അങ്ങോട്ട് പോയി അവരോട് സുവിശേഷം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അടിമകളല്ലാതെ ആരെയും തന്നെ ആ ദ്വീപുകളിലേക്ക് അവർ കയറ്റിയിരുന്നില്ല. ഈ അടിമകളോട് സുവിശേഷം അറിയിക്കുവാൻ ആ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ ചെന്നെത്തുവാൻ യാതൊരു മാർഗവും അവർ കണ്ടില്ല. എന്നാൽ അവരിൽ രണ്ടുപേരായ ജോൺ ലിയോനാർഡ് ഡോപ്പറും ഡേവിഡ് നിഷ്മാനും തങ്ങളുടെ കർത്താവിനായി വെസ്റ്റ് ഇൻഡീസിലെ ആ ദ്വീപുകളിലേക്ക് എത്തിച്ചേരുവാൻ തങ്ങളെ തന്നെ അടിമകളായി വിൽക്കുവാൻ തീരുമാനിച്ചു. അവരുടെ കപ്പൽ കോപ്പൻഹേഗനിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൊല്ലപ്പെട്ട കുഞ്ഞാടിന് അവന്റെ കഷ്ടപ്പാടിന്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് അവരെ കണ്ണുനീരോടെ യാത്ര അയക്കുവാൻ വന്ന അവരുടെ സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടുമായി അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഈ വാചകങ്ങൾ പിൽക്കാലത്ത് മൊറേവിയൻ പ്രസ്ഥാനത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായി തീർന്നു. പിതാവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി പിതാവിന്റെ പ്രിയപ്പെട്ട മകനെ രക്ഷിക്കുവാനായി തന്നെ തന്നെ അടിമയാക്കുവാൻ സന്നദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് നാം എന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഇസ്രയേൽ പ്രതിസന്ധിയിലാണ്. അവന്റെ കുടുംബം ഇപ്പോൾ പട്ടിണിയെ അഭിമുഖീകരിക്കുന്നു. എന്നിട്ടും ഭക്ഷണം ലഭിക്കുവാനുള്ള ഏക മാർഗം ഇളയ മകൻ ബെന്യാമീനെ അപകടത്തിലാക്കുക എന്നതാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഹേൽ മരിച്ചുപോയെങ്കിലും അവളിൽ നിന്ന് യാക്കോബിന് ശേഷിച്ചിരുന്നത് അവൻ മാത്രമാണ്. യാക്കോബിന്റെ പ്രിയങ്കരനായിരുന്ന ബെന്യാമീന്റെ ജ്യേഷ്ഠ സഹോദരൻ യോസേഫിനെ അനേക വർഷമായി താൻ കണ്ടിട്ടില്ല. മറ്റൊരു ഭാര്യയായ ലേയയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ശിമയോൻ ഭക്ഷണം വാങ്ങുവാൻ മിസ്രയീമിലേക്കുള്ള തന്റെ പുത്രന്മാരുടെ ആദ്യ യാത്രയിൽ തടവിലാക്കപ്പെട്ടു. ശിമയോൻ ഇല്ല എന്ന് പറഞ്ഞതല്ലാതെ യാക്കോബ് അവനെ മോചിപ്പിക്കുവാൻ ഒരു ശ്രമവും നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നിഷ്പക്ഷമായി മക്കളെ സ്നേഹിക്കുന്നതിന്റെ പാഠം യാക്കോബ് ഇതുവരെ പഠിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. അവന്റെ എല്ലാ ചിന്തയും പരിചരണവും ബെന്യാമീനിൽ കേന്ദ്രീകരിച്ചിരുന്നു. എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനാവാതെ യാക്കോബ് ആശയക്കുഴപ്പത്തിലായപ്പോൾ യഹൂദ കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതായി നാം കാണുന്നു. അവന്റെ 3 മൂത്ത സഹോദരന്മാർ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താലോ നേതൃസ്ഥാനത്തു നിന്ന് അയോഗ്യരാക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഇപ്പോൾ മൂത്ത മകന്റെ സ്ഥാനം യഹൂദയിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. യഹൂദയുടെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളും പാപമംഗലമായിരുന്നു. അസൂയ നിമിത്തം തന്റെ അനുജനായ യോസേഫിനെ ഇല്ലാതാക്കുവാൻ അവൻ തന്റെ സഹോദരന്മാരുമായി ഗൂഢാലോചന നടത്തി.
യോസേഫിന്റെ ഭാവി മഹത്വം പ്രവചിക്കുന്ന സ്വപ്നങ്ങളായിരുന്നു ഇതിന് കാരണം. യഹൂദ തന്റെ സഹോദരന്മാരെ നിയന്ത്രിക്കുവാൻ നേതൃത്വം നൽകിയില്ല എന്ന് മാത്രമല്ല, അവനെ അന്യർക്ക് വിൽക്കുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ അവനിൽ നിന്ന് ലാഭമുണ്ടാക്കിയതായി നാം കാണും. തന്റെ ഇളയ മകൻ ശേലയെ വിവാഹം കഴിക്കുവാനുള്ള നിയമപരമായ അവകാശത്തിൽ നിന്ന് തന്റെ മരുമകൾ താമാറിനെ വഞ്ചിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. താമാറിന് തന്റെ കുടുംബത്തോട് കടുത്ത വിശ്വസ്തത ഉണ്ടായിരുന്നിട്ടും യഹൂദ അവളെ അവഗണിച്ചു. അവളുമായി ബന്ധത്തിലേർപ്പെടുവാൻ കാമവികാരങ്ങളെ അച്ചടക്കമില്ലായ്മയിലൂടെ അവൾ അവനെ കുടുക്കിയപ്പോൾ അവളിലൂടെ തനിക്ക് ഇരട്ടക്കുട്ടികൾ ജനിക്കുവാനിടയായി. യാക്കോബിനെ പോലെ അവന്റെ എല്ലാ സഹോദരന്മാരെയും പോലെ യഹൂദയ്ക്കും ഒരു ഗുണവിശേഷം ഉണ്ടായിരുന്നു. അത് അവന്റെ ആത്യന്തികമായ വീണ്ടെടുപ്പിലേക്ക് അവനെ നയിച്ചതായി നമുക്ക് കാണാം. ദൈവം തെരഞ്ഞെടുത്ത യാക്കോബിന്റെ കുടുംബത്തെയും അവനിലൂടെയുള്ള ദൈവിക വാഗ്ദത്തങ്ങളും അവൻ ഉപേക്ഷിച്ചില്ല എന്നതാണ് ആ സത്യം. നമ്മുടെ ജഡീക ബലഹീനതയും അറിവില്ലായ്മയും മൂലം നാം പലപ്പോഴും വീണുപോയി എന്ന് വന്നേക്കാം. പക്ഷേ നാം അവനെ ഉപേക്ഷിച്ച് മത്സരത്തിൽ തുടരാത്തിടത്തോളം കാലം നമ്മിൽ ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പാപങ്ങൾ നമുക്ക് അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് ദൈവത്തിന്റെ പാഠശാലയിൽ തുടർന്നും അവനിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കാം. നാം പാപം ചെയ്തുവെന്ന് മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞതിന് ശേഷം ബോധപൂർവമായ അനുസരണക്കേടിൽ ജീവിക്കുന്നത് ധിക്കാരകരമായ പാപമാണ്. അത് ദൈവത്തിന്റെ ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തുന്നു. മാനസാന്തരത്തിന്റെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന ഹൃദയത്തിന്റെ സമഗ്രതയിൽ നാം നടക്കേണ്ടതാണ്. അവരുടെ യാത്രയിൽ ബെന്യാമീനെ പരിപാലിച്ച് സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുവാൻ യാക്കോബിന്റെ മൂത്ത മകനായി രൂബൻ തയ്യാറായിരുന്നു. ബെന്യാമീനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ 2 ആൺമക്കളെ പകരമായി കൊന്നുകളയുവാൻ യാക്കോബിനോടായി അവൻ പറഞ്ഞു. എന്നാൽ യാക്കോബ് ഈ വാഗ്ദാനം സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിൽ നിർണായകമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ യഹൂദ തയ്യാറായി. യാക്കോബ് ദുഃഖവും ഭയവും മൂലം ബലഹീനനാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല തീരുമാനമെടുക്കുവാൻ തനിക്ക് കഴിയില്ലെന്ന് യഹൂദ മനസ്സിലാക്കി. യഹൂദ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ അവനെ അവഗണിക്കുവാനോ ശ്രമിച്ചില്ല. മറിച്ച് ബെന്യാമീനെ സ്വന്തം ജീവൻ കൊണ്ട് കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവൻ തന്റെ അപ്പനെ ധൈര്യപ്പെടുത്തി. യഹൂദയ്ക്ക് തന്റെ ആദ്യത്തെ 2 ആൺമക്കളെ അവരുടെ സ്വന്തം ദുഷ്ടതയാൽ നേരത്തെ നഷ്ടമായിരുന്നു. അതിനു മുൻപ് അവന് തന്റെ ഭാര്യയെയും നഷ്ടപ്പെട്ടിരുന്നു. വേർപാടിന്റെ വേദന അവൻ അനുഭവിച്ചതുകൊണ്ട് തന്റെ വേദനയും ഭയവും സങ്കടവും യഹൂദയ്ക്ക് നന്നായി അറിയാമെന്ന് യാക്കോബ് മനസ്സിലാക്കി. യോസേഫിനെ പോലെ ബെന്യാമീനെയും നഷ്ടപ്പെടുമോ എന്ന യാക്കോബിന്റെ ഭയത്തിൽ ന്യായമായും യഹൂദയ്ക്ക് സഹാനുഭൂതിയുണ്ടായി. നാം കടന്നുപോയ വേദനയും ദുഃഖവും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ പരിചരിക്കുവാനും സഹായകരമായ ഉപകരണങ്ങളാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുമൂലം അവരുടെ ക്ഷേമത്തിനായി ദയയോടും ഉത്തരവാദിത്വബോധത്തോടെയും ഇടപെടുവാൻ നമുക്ക് സാധിക്കും. യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുന്നതിന് വളരെയധികം കാലതാമസം വരുത്തിയതായി നാം കാണും. അതുവരെ അവൻ അവരിൽ ആത്മാർത്ഥമായ മാനസാന്തരം കണ്ടില്ല എന്നതാണ് കാരണം. അവർ ചെയ്തതിനെക്കുറിച്ച് അവർക്ക് ഖേദമുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ അത് മാനസാന്തരമല്ല. ഖേദത്തെക്കാൾ ആഴത്തിലുള്ളതാണ് മാനസാന്തരം. യഥാർത്ഥ മാനസാന്തരം നാം ചെയ്തു പോയ പാപത്തിന്റെ ഉത്തരവാദിത്വവും അപരാധവും സ്വീകരിക്കുന്നതാണ്. അത് ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ മനോഭാവത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നതാണ്. അവന്റെ സഹോദരന്മാർ 2ാം പ്രാവശ്യം ഭക്ഷണം വാങ്ങുവാൻ മിസ്രയീമിലേക്ക് മടങ്ങിയപ്പോൾ അവർ ശിമയോനെ കുറിച്ച് ചോദിച്ച് തങ്ങളുടെ സുരക്ഷയെ അപകടപ്പെടുത്തി. തന്റെ ചാക്കിൽ യോസേഫിന്റെ വെള്ളിപ്പാത്രവുമായി ബെന്യാമീൻ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അവന് പകരമായി താൻ യോസേഫിന്റെ അടിമയായി കൊള്ളാമെന്ന് യഹൂദ അവന്റെ ഹൃദയത്തിൽ നിന്ന് അപേക്ഷിച്ചു. പിതാവിനോടുള്ള ആർദ്രതയിൽ നിന്നുള്ള ആ യാചന യോസേഫിന്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയും തന്നെ അവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ അവനെ നിർബന്ധിക്കുകയും ചെയ്തു. അവരുടെ ദുഃഖം ഭയമായി മാറിയെങ്കിലും അത് താമസിയാതെ സന്തോഷമായി തീർന്നു.
യോസേഫിനെ പോലെ തന്നെ ബെന്യാമീനോട് അവരുടെ പിതാവിന് പക്ഷപാതം ഉണ്ടായിരുന്നിട്ടും അവർ അവനെ തള്ളിക്കളയുവാൻ ഗൂഢാലോചന നടത്തിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് യോസേഫിന്റെ അവസ്ഥയ്ക്ക് സമാനമായിരുന്നു ഈ സാഹചര്യം. ബെന്യാമീനെ ഒഴിവാക്കുവാൻ അവർക്ക് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താമായിരുന്നു. പകരം അവന്റെ നിമിത്തം അവർ തങ്ങളെ തന്നെ പൊടിയോളം താഴ്ത്തി. അവന് പകരമായി അവരുടെ ജീവൻ നൽകുവാൻ അവർ തയ്യാറായി. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. യോസേഫിന്റെ മുൻപിൽ യഹൂദ ചെയ്ത അപേക്ഷയിൽ അവൻ ബെന്യാമീനെ കുറ്റപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിലൂടെ ദൈവം അവരുടെ കുറ്റം വെളിപ്പെടുത്തിയെന്ന് അവർ സമ്മതിക്കുന്നു. ഈ തുറന്ന കുറ്റസമ്മതം ബൈബിളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു രംഗത്തിന് സാക്ഷിയായി എന്നത് ശ്രദ്ധേയമാണ്. പൗലോസ് ഒനേസിമോസിനായി ഉത്തരവാദിയായതുപോലെ യഹൂദ ബെന്യാമീനെ രക്ഷിക്കുന്നതിന് തന്നെ അടിമപ്പെടുത്തുവാൻ സമ്മതിക്കുന്നു. അത് വെറും വൈകാരികമായ ഒരു അപേക്ഷ മാത്രമായിരുന്നില്ല. യഹൂദയുടെ ഹൃദയത്തിലുണ്ടായ മാനസാന്തരത്തിന്റെയും അപ്പനോടുള്ള തന്റെ സ്നേഹത്തിന്റെയും പ്രതിഫലനമായാണ് യോസേഫിന് അത് ബോധ്യപ്പെട്ടത്. സ്വയം ലാഭത്തിനായി തന്റെ സഹോദരനെ വിറ്റ അതേ മനുഷ്യൻ തന്നെ ഇപ്പോൾ ഇതാ മറ്റൊരു സഹോദരനു വേണ്ടി തന്റെ ജീവന് നൽകുവാൻ തയ്യാറായിരിക്കുകയാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല എന്ന് കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി. മാനസാന്തരത്തിനായി ആവശ്യമെങ്കിൽ നമ്മുടെ പക്കലുള്ളതെല്ലാം തന്നെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തുന്നത്. ഏതവസ്ഥയിലും തന്റെ ജനത്തോടൊപ്പം നിൽക്കുവാൻ അതേ സ്നേഹം മോശയെ പ്രേരിപ്പിച്ചു. തന്റെ ചാർച്ചക്കാരായ യഹൂദന്മാർ രക്ഷിക്കപ്പെടുമെങ്കിൽ താൻ ശാപഗ്രസ്തനായി പോകുവാൻ ഈ സ്നേഹം മൂലം അപ്പോസ്തലനായ പൗലോസ് തയ്യാറായി. യഹൂദ തന്റെ പിതാവിനെ സ്നേഹിക്കുവാൻ ഈ കാലങ്ങളിൽ പഠിച്ചു. തന്റെ ഇളയ മകന്റെ ജീവനുമായി ബന്ധിച്ചിരുന്ന പിതാവിന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കുന്നതിനു പകരം സ്വാതന്ത്ര്യവും കുടുംബവും ജീവിതവും പോലും നഷ്ടപ്പെടുത്തുവാൻ അവൻ തയ്യാറായി. ദൈവത്തോട് ഐക്യപ്പെടുന്ന ഹൃദയങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അപ്പോൾ അവന്റെ സങ്കടങ്ങൾ നമ്മളുടേതായിരിക്കും. നാം അവനെ ദുഃഖിപ്പിക്കുമോ എന്നതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭയം. അത്തരം സ്നേഹമാണ് എല്ലാ യഥാർത്ഥ ജ്ഞാനത്തിന്റെയും അടിസ്ഥാനം. കാരണം അത് പരസ്പരം അറിയുവാനും സേവിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുന്നതിന് മാനസാന്തരം അനിവാര്യമാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നാം മാനസാന്തരപ്പെടുമ്പോൾ സ്നേഹമായ ദൈവവുമായി നാം നമ്മെ തന്നെ പൊരുത്തപ്പെടുത്തുകയും അവനുമായി ഏകീഭവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മാനസാന്തരത്തിന്റെ ഫലം സ്നേഹത്താൽ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. നാം മാനസാന്തരപ്പെടുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് നാം അകന്നുപോയി എന്ന് സമ്മതിക്കുകയും മുഴുവനായി തിരിഞ്ഞ് ഇനി മുതൽ സ്നേഹത്തിൽ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. അവസാനമായി യഹൂദ ഗോത്രത്തിലെ സിംഹമായി വിശേഷിപ്പിക്കപ്പെട്ടവൻ എഴുന്നേറ്റ് വരുന്ന കുലമായി യഹൂദയെ യാക്കോബ് തിരിച്ചറിയും. മാനത്തിന് മുൻപ് വിനയം എന്ന് തിരുവെഴുത്തിൽ നാം കാണും. സഹോദരനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ തയ്യാറായവൻ അവരെയെല്ലാം നയിക്കുന്നവനായി തീർന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് കൊല്ലപ്പെട്ട കുഞ്ഞാട്. അവനെ സ്നേഹിക്കുന്നവർക്കും സേവിക്കുന്നവർക്കുമാണ് അവൻ അധികാരം നൽകുന്നത്. അവൻ എല്ലാവരുടെയും ദാസനായി തീർന്നതുകൊണ്ട് പിതാവ് പുത്രനായ കർത്താവിന് എല്ലാ അധികാരവും നൽകി. സ്വയം പ്രസാദിപ്പിക്കുന്നതിനായി മറ്റുള്ളവരെ ഭരിക്കുവാനുള്ള അവകാശമാണ് പലപ്പോഴും മാനുഷിക അധികാരം നമുക്ക് നൽകുന്നത്. എന്നാൽ ദൈവിക അധികാരം നമ്മുടെ ചുമതലയുള്ളവരെ സംരക്ഷിക്കുവാനും സേവിക്കുവാനും സ്വന്തം ജീവൻ നൽകുവാനും തയ്യാറാകുന്നു. നാം ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ പ്രതിച്ഛായ വീണ്ടെടുക്കുവാൻ അവൻ നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ പോലെ നമുക്കും നമ്മുടെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. നമുക്ക് അന്യോന്യം കപടമില്ലാതെയും തീഷ്ണതയോടെയും സ്നേഹിക്കാം.
ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ധിക്കാരപരമായി ദൈവത്തോട് ചോദിച്ച കയ്യനെ പോലെയല്ല നാം പെരുമാറേണ്ടത്. തീർച്ചയായും നാം നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സംരക്ഷിക്കുകയും എന്ത് വില കൊടുത്തും അവരെ സുരക്ഷിതമായും സന്തോഷത്തോടെയും നമ്മുടെ പിതാവിന്റെ ഭവനത്തിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ നന്മ മാത്രമല്ല, നമ്മുടെ പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരുടെയും നന്മയും അന്വേഷിക്കുവാനുള്ള നമ്മുടെ വിളിയാണിത്. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവൻ